കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മിക്ക റിലേഷൻഷിപ്പിലും കണ്ടുവരുന്നൊരു കൺസേൺ ആണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ കുറച്ച് കഴിയുന്ന സമയത്ത് തീരെ അവൈലബിൾ അല്ലാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതർ സൈഡിലുള്ള ആൾക്ക് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യും. അത് പല പ്രശ്നങ്ങളിലേക്ക് മാറുകയും ആ ഒരു ബ്രേക്കപ്പിലേക്ക് വരെ അത് എത്തുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവരെക്കുറിച്ച് അറിയാനും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും കൂടുതലായിട്ട് സംസാരിക്കാനും വേണ്ടി എത്ര റിസ്ക് എടുത്തിട്ടും പരസ്പരം സമയം സ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഏതൊരു തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും കോൾ ചെയ്യാനും ചാറ്റ് ചെയ്യാനും ആൾ ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷേ ഇതിങ്ങനെ പോകെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് കഴിഞ്ഞു, ഇനിയൊന്നും പറയാനില്ല, അന്നത്തെ കാര്യങ്ങളല്ലാതെ വേറൊന്നും കാര്യമായിട്ട് ഷെയർ ചെയ്യാനില്ല, ഇത് എൻ്റെതായി എന്നുള്ളൊരു തോന്നലും കൊണ്ടാണ് കൂടുതലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു തുടങ്ങുന്നത്. അതായത് ഒരു ദിവസം മണിക്കൂറുകളോളം സംസാരിച്ചിരുന്ന ആൾ പിന്നെ അതൊരു 5 മിനിറ്റിലേക്കും 10 മിനിറ്റിലേക്കും ഒതുങ്ങുന്ന സമയത്ത് അതർ സൈഡിലുള്ള ആൾക്ക് നല്ല രീതിയിലുള്ളൊരു പ്രഷർ വരുന്നുണ്ട്. ഈ അതർ സൈഡിൽ നിൽക്കുന്ന ആളുടെ ഫീലിംഗ് ശരിക്കും മറ്റേ ആൾക്ക് മനസ്സിലാകുന്നില്ല. ആളുടെ തിരക്കും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിലിടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഇവരുടെ ഒരു ചേസിങ് കൊണ്ട് തിരിച്ചു വിളിക്കുന്നു, ചൂടാവുന്നു, നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല. ശരിക്കും 2 പേരും പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. എങ്ങനെയെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെക്കുറിച്ച് അറിയാനും അതിൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഇത് എൻ്റെതായി എന്നുള്ള തോന്നൽ വന്നതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, കുറച്ച് സമയം കുറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സ്നേഹം കുറഞ്ഞിട്ടോ അതുകൊണ്ടൊന്നുമല്ല. അന്ന് തിരക്കിൻ്റെ ഇടയിലും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ തിരക്ക് ഉണ്ട്, അപ്പോൾ ഇതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് വിളിക്കാന്നുള്ള മൈൻഡിൽ നിൽക്കുകയാണ്. എങ്ങനെ പോയാലും എന്നെ വിട്ടിട്ട് പോവില്ല എന്നുള്ളൊരു തോന്നലും കൂടെ ആളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ഫീല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുടെ അടുത്ത് കറക്റ്റ് ഓപ്പണായിട്ട് സംസാരിക്കുക. ഈ സമയങ്ങളിൽ ഞാൻ ബിസി ആയിരിക്കും, എനിക്കിപ്പോൾ വിളിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് നീ മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ദിവസം നല്ലൊരു ക്വാളിറ്റി ടൈം ആ ആൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അതിപ്പോൾ മണിക്കൂറുകളോളം വേണമെന്നില്ല, 5-10 മിനിറ്റ് മതി ആ ആളെ ഹാപ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും അതർ സൈഡിൽ നിൽക്കുന്ന ആളെ പരിപൂർണമായിട്ടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ച് സമയമെങ്കിലും മാറ്റി വെച്ചിട്ട് അവർ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ഓപ്പണായിട്ട് സംസാരിക്കും. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, എത്രയൊക്കെ ചേസ് ചെയ്ത് പിന്നാലെ പോയിട്ടും ആൾ വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുക. അല്ലാതെ അവരുടെ പിന്നാലെ പോകാൻ നിൽക്കരുത്. അതിന് പകരം അവർ തിരക്കൊണ്ടാണ് വിളിക്കാതിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർ നിങ്ങളുടേതായി എന്നുള്ള, നിങ്ങൾ അവരെ വിട്ടിട്ട് പോവില്ല എന്നുള്ള ഉള്ളിലുള്ളൊരു വിശ്വാസം കൊണ്ട്, അവരുടെ തിരക്ക് കൊണ്ട് മാത്രമാണ് വിളിക്കാത്തത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.